ഞാൻ വിഷ്ണു, കളക്ടർ ശാലിനിയുടെ ഹസ്ബൻഡ്. അറിയാം. എനിക്ക് CI സാറിനൊന്ന് കാണണമായിരുന്നു. വരൂ, വാ. സർ, സാർ ഇവർ വരൂ, ഇരിക്കും. ഇതിനു മുമ്പ് അവന്മാരെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഐ മീൻ, ആ പ്രദേശത്ത് എവിടെയെങ്കിലും വെച്ച്? പണം ഉണ്ടോന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണോ അവന്മാര് വന്നേന്ന് അറിയാൻ വേണ്ടിയിട്ടാ? ഇല്ല, കണ്ടുപരിചയമില്ല. എന്നെ അതിലൊരുത്തൻ തള്ളിയപ്പോ എന്റെ കയ്യിലിരുന്ന ബാഗ് തെറിച്ചു വീണു. ബാഗിലെ പണം അപ്പോഴവര് കണ്ടതെന്ന് തോന്നുന്നു. ആരെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ ഉറപ്പിച്ച് പറയാനായിട്ട് ആരും തന്നെ ഇല്ലേ സാർ? അവന്മാരെന്തെങ്കിലും സൂചിപ്പിച്ചായിരുന്നോ? അതായത് വല്ല ഭീഷണിയോ കൊലവിളിയോ വെല്ലുവിളിയോ അങ്ങനെ എന്തെങ്കിലും? സാധാരണ അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് അവന്മാര് പോകൂ. അത് നമ്മൾ കേസിനും കൂട്ടത്തിനൊന്നും പോകാതിരിക്കാൻ വേണ്ടിട്ടാ. വീട് ഒഴിയണമെന്ന് പറഞ്ഞായിരുന്നു. ഇല്ലെങ്കിൽ ഇതിലും വലുത് ഉണ്ടാകുമെന്ന് അവര് പറഞ്ഞു. ഹൗസ് ഓണറുമായിട്ട് നിങ്ങൾ എങ്ങനെ? വാടകയൊക്കെ പക്കയല്ലേ? ഹൗസ് ഓണറായിട്ട് നല്ല ബന്ധമാണ് സാർ. പിന്നെ ഈ ഒരു സംഭവത്തെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാൻ കൂടി വഴിയില്ല. ഈ വന്നിരിക്കുന്നവര് അദ്ദേഹമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാ. പിന്നെ എന്തിനാ അവന്മാർ അങ്ങനെ പറഞ്ഞു എന്നൊരു സംശയം ഉണ്ടായേക്കാം. ആ ഒരു കാരണം പറഞ്ഞുകൊണ്ടുള്ള ഒരു ആക്രമണം ആയിരിക്കാം അവന്മാർ ഉദ്ദേശിച്ചത്. എനിവേ, ഞങ്ങൾ അന്വേഷിക്കാം മിസ്റ്റർ വിഷ്ണു. അവരെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടുവാണെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണുകയോ മറ്റോ ചെയ്താൽ തീർച്ചയായിട്ടും ഞങ്ങൾ അറിയിക്കണം. അറിയിക്കാം സാർ. ശരി, അങ്ങനെ ആവട്ടെ. എടാ, നീ എത്ര അകന്നു നിന്നാലും എത്ര ഒഴിച്ചു നിന്നാലും എന്റെ ശാപത്തിന്റെ തീച്ചൂളിൽ നിന്ന് നിനക്ക് ഒരിക്കലും മോചനം ഉണ്ടാവില്ലടാ. ഇപ്പൊ നീ അനുഭവിക്കുന്നതിനും ഇനി അനുഭവിക്കാൻ കിടക്കുന്നതിനും ഒരിക്കലും ഒരു പരിഹാരമില്ല. എടാ, എല്ലാം നീയായിട്ട് വാങ്ങിക്കൂട്ടിയ കാര്യങ്ങളാ. നിന്റെ പിടിപ്പുകേട് കൊണ്ടുണ്ടാക്കിയ നഷ്ടങ്ങൾക്ക് ഒരു കാലത്തും മാപ്പുമില്ലടാ. എന്റെ വീട് നശിപ്പിച്ചതിന്, അവിടെ പട്ടച്ചാരായ ഒഴുക്കിയതിന്, ഇതൊക്കെ നിനക്ക് ദൈവം തന്ന ശിക്ഷയാടാ. നീ അനുഭവിക്ക. ഞങ്ങൾ ഒഴുക്കിയ കണ്ണീരിന് നിന്റെ കണ്ണീര് കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യടാ. ഇല്ലെങ്കിലേ അടുത്ത ജന്മവും നിനക്ക് സ്വസ്ഥത കിട്ടില്ല. കേട്ടില്ലേ? ഇനി അങ്ങോട്ട് അനുഭവിക്കാനുള്ള ശാപവാക്കുകൾ തന്നിട്ടാ പോയിരിക്കുന്നത്. ചെയ്തു വച്ചിരിക്കുന്ന നന്മകൾ നോക്കുമ്പോ നിങ്ങൾക്കിതൊന്നും കിട്ടിയാ പോരാ. എവിടെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ? എവിടെ? ഉപഗ്രഹങ്ങളെ പോലെ ചുറ്റിക്കൊണ്ടിരുന്നവരെ ഒന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. എന്തേ എല്ലാരും കൈവിട്ടോ? അകപ്പെട്ടു പോയാൽ ഇങ്ങനെ പിന്നെ ആരും തിരിഞ്ഞു നോക്കില്ല.
എന്റെ കഴുത്തി കെട്ടിയ താലിക്ക് പോലും നിങ്ങളെ ഇപ്പൊ രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയാ. നിങ്ങളെ മുൻനിർത്തി നമ്മുടെ കുടുംബം നശിപ്പിച്ചവരെ അവസരം മുതലെടുത്ത് പിൻവാങ്ങിയില്ലേ? അവർക്ക് ബുദ്ധിയുണ്ട്. ഇനി നിന്ന് അപകടമാണെന്ന് അവർക്കറിയാം. കേസിനും കൂട്ടത്തിനുമായിട്ട് അവർക്ക് ഒരാളെ എറിഞ്ഞു കൊടുക്കണമായിരുന്നു. പാപ്പച്ചി എഴുന്നേൽക്ക്. വാപ്പച്ചിയെ മാത്രമല്ല, അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ പാപ്പച്ചി നിനക്കും ഇതായിരിക്കും ഗതി. കേറി. വേണ്ട, എന്റെ മോളെ ഒന്നും ചെയ്യരുത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എഴുന്നേൽക്ക് പാപ്പച്ചി. നീ പറയുന്നത് കേൾക്കാം. എന്റെ മോളെ ഒന്നും ചെയ്യരുത്. ഹേ, അങ്ങനെ വഴിക്ക് വാ. ദേ, കുളിമുറിയിൽ കുളിക്കാൻ പോയപ്പോ മാമ ഒന്ന് കാല് വഴുതി വീണു. അതാണ് ഇവിടെ സംഭവിച്ചത്. പാപ്പച്ചി അല്ലാതെ മറ്റെന്തെങ്കിലും പറയാനാണ് വാപ്പച്ചിയുടെയും പുഞ്ഞാര മോളുടെയും ഭാവമെങ്കിൽ ദേ അവിടെ നടന്ന് ഓർമ്മയുണ്ടല്ലോ, അതിനപ്പുറം ഇവിടെ നടക്കും. അയ്യോ പാപ്പച്ചി. ഇല്ലാതാക്കി കളയും രണ്ടിനെയും. ഓർത്തോ? പാപ്പച്ചി പാപ്പച്ചി